എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് മനോജ്, യൂണിവേഴ്സൽ ടീം കോർഡിനേറ്റർ, മൈ ലൈഫ് സ്റ്റൈൽ. സ്വദേശം പാലക്കാട് ജില്ല, ഒറ്റപ്പാലത്തിനടുത്ത് തിരുവല്ലാമല. അതാണ് എൻ്റെ സ്വദേശം. ഇനി വേദിയിലെ വിശിഷ്ടാതിഥിയായി എൻ്റെ ഒരുപാട് കാലത്തെ കൂട്ടുകാരന്, ഞാൻ ഇന്നും റോൾ മോഡലായി കണ്ടുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ വിരൽ വിട്ട് എണ്ണാവുന്ന ടോപ്പ് ലീഡേഴ്സിൽ ഒരാളായിട്ടുള്ള ശ്രീ അനീഷ് സാറിന് വിനീതമായ നമസ്കാരം അറിയിച്ചിട്ടുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ AS ഇന്റർനാഷണൽ, ഈ ടീമിന്റെ പേര് ഇവിടെ മാത്രമല്ല, സൗത്ത് ഇന്ത്യ എല്ലാ ഭാഗത്തും അറിയാം. കാരണം ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സിന്റെ പോസ്റ്റർ വരുന്നത് ആ AIG എന്നുള്ള ലോഗോ വെച്ചിട്ടുള്ള പോസ്റ്ററുകളാണ് വരുന്നത്. ഇത്രയും നല്ലൊരു ടീമിനെ ഓർഗനൈസ് ചെയ്ത് എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിനും അദ്ദേഹത്തിനൊപ്പം ഒരു വലിയ നന്ദി കൂടി അറിയിക്കുന്നു ശ്രീ ബെല്ലി സാറിനും ഫാമിലിക്കും. ഈ ഇൻഡസ്ട്രിയിലോട്ട് ഞാൻ കടന്നു വരുന്നത് എന്റെ 23-ാമത്തെ വയസ്സിലാണ്. എന്റെ ഫാമിലിയിൽ അച്ഛൻ, അമ്മ, എനിക്കൊരു അനുജത്തിയുണ്ട്, ജ്യേഷ്ഠൻ. അങ്ങനെ ഞങ്ങൾ 5 പേര് അടങ്ങിയതാണ് ഞങ്ങളുടെ കുടുംബം. വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം ഞാൻ തമിഴ്നാട്ടിലെ, സാറ് പറഞ്ഞ പോലെ തമിഴ്നാട്ടിലെ തിരുപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബനിയൻ കമ്പനിയിൽ ജോലിക്ക് പോയ സമയത്താണ് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് ആദ്യമായിട്ട് വരുന്നത്. അന്ന് എൻ്റെ വയസ്സ് 23 മൈലക്ഷൻ മാർക്കറ്റിംഗ് കമ്പനിയുടെ മാനേജ്മെന്റ് തന്നെ നടത്തുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ തന്നെയാണ് ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ ആയത്. 23-ാമത്തെ വയസ്സിൽ ഡിസ്ട്രിബ്യൂട്ടറായി. 24-ാമത്തെ വയസ്സിൽ ഈ കമ്പനി കൊടുക്കുന്ന ഏറ്റവും ഹയസ്റ്റ് ഇൻകം, വീക്ക്ലി ഇൻകം വാങ്ങിക്കാനായി കഴിഞ്ഞു. 27-ാമത്തെ വയസ്സിൽ ഒരു വർഷം 1 കോടി രൂപ സമ്പാദിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും 1 കോടി രൂപയിൽ കൂടുതൽ ഇൻഡസ്ട്രിയിൽ സമ്പാദിച്ചത്. അത് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ 2,18,00,000 രൂപയായി എന്നുള്ളത് സന്തോഷം കാര്യമാണ്. മൈലേഴ്ഷ്യൽ ബിസിനസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? മൈലേഴ്ഷ്യൽ ബിസിനസ് വന്നു കഴിഞ്ഞാൽ കുറേ പണം കിട്ടും. ഇതാണ് പലവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ പണം എന്ന് പറയുന്ന സാധനം ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. മൈലേജ് സ്റ്റൈൽ ബിസിനസ് നിങ്ങൾ ചോദിക്കുന്നത് തരും, ചോദിക്കുന്നതിനപ്പുറവും തരുന്ന ബിസിനസ്സാണ് മൈലേജ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തൊക്കെ എന്തെങ്കിലും അറിയുമോ? നമ്മളെ അടിമുടി മാറ്റിക്കളയുന്ന ബിസിനസ്. നമ്മളെ മാത്രമല്ല, നമ്മുടെ 7 തലമുറയുടെ സ്വഭാവം തന്നെ ഈ ബിസിനസ് മാറ്റി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു, ഈ ബിസിനസ്സിൽ വന്ന ശേഷം ഇപ്പോഴുള്ള നമ്മൾ എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. മാറ്റം വന്നിട്ടുണ്ടോ? നിങ്ങൾ ഈ ബിസിനസ് ചെയ്യണം. എല്ലാവരും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. സത്യമാണല്ലേ? നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. പിന്നെ എന്തിനു ഞാൻ ഈ ബിസിനസിന്റെ പുറകെ നടക്കണം? എന്തായാലും നടക്കുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് കാലഘട്ടങ്ങളിൽ അത്ര സുഖകരമൊന്നും അല്ല. ആ ചോദ്യം നമ്മൾ എല്ലാവരും ചോദിക്കാറുണ്ട്, എന്തിനു വേണ്ടി ഞാൻ ഈ ബിസിനസ് ചെയ്യണോ? കുറച്ച് കയറി വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റാറൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിളിക്കുന്ന ഒരു പേരുണ്ട്, സർ, മേഡം. വിളി കേൾക്കാറില്ലേ? കേൾക്കുന്ന ഒരു സുഖമില്ലേ? ഇതിനു മുമ്പ് പലപ്പോഴും പല ആൾക്കാരും വിളിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ എന്ത് വിളി തുടങ്ങി? കുറെ പേര് നമ്മൾ സാറേന്ന് വിളിക്കുന്നു, നമ്മളെ മേഡം എന്ന് വിളിക്കുന്നു. പല ആൾക്കാർക്ക് ഇത് ബാധ്യതയാണ് പോകും. സാറ് മേഡം എന്നൊക്കെ പറയുന്നത് ഇഷ്ടമാണെങ്കിൽ കൂടിയിട്ട് പല ആൾക്കാർക്കും ഇത് എന്തായി? ബാധ്യതയായി. എങ്ങനെ ബാധ്യതയാവുമെന്ന് അറിയോ? വീട്ടില് നമുക്ക് ഫോൺ വരും. സ്റ്റാർട്ടിങ്ങില് എന്റെ ചെറിയ പ്രായത്തിലുണ്ടാവും ഞാൻ, എന്റെ അച്ഛൻ, അമ്മ നാട്ടിൻ പുറത്തെ കൂലിപ്പണിക്കാരാണ്.
അപ്പൊ എല്ലാ ജോലിക്കും പോകും. അച്ഛൻ പ്രധാനമായിട്ട് ഈ യൂക്കാലിപ്റ്റസ് മരത്തിൽ നിന്നും തൈലം എടുക്കുന്ന ജോലിയാണ് അച്ഛന്. അപ്പൊ അച്ഛൻ യൂക്കാലിപ്റ്റസ് മരമുള്ള ഏരിയകളിലാണ് ജോലി ചെയ്യുക. വർഷത്തിൽ 4-5 പ്രാവശ്യം വരുള്ളൂ. ബാക്കി സമയങ്ങളിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലായിരിക്കും. അമ്മയാണ് ഞങ്ങളെ കൂടുതലായിട്ട് വളർത്തിയത്. അമ്മ നാട്ടുപുറത്ത് എല്ലാ പണിക്കും പോകും. അതായത് കള പറിക്കാൻ, നടാൻ, കൊയ്യാൻ, അതുപോലെ നമ്മുടെ ഗവൺമെന്റ് ജോലികളുണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള തൊഴിലുറപ്പ്, അങ്ങനെയുള്ള എല്ലാ ജോലിക്കും എൻ്റെ അമ്മ പോകും. ഞങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ അച്ഛൻ അമ്മ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു വീട്ടില്. കണ്ടീഷൻ ഇതാണ്: 3 പേരും പഠിച്ചോ. കാരണം ആ 2 പേർക്ക് പഠിക്കാൻ പറ്റില്ല, അച്ഛനും അമ്മയ്ക്കും പഠിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, കാശൊന്നും ഇല്ലതല്ല. അപ്പൊ ഒരു കണ്ടീഷൻ വെച്ചു, എത്ര വേണമെങ്കിലും നിങ്ങൾ 3 പേര് പഠിച്ചോ, പക്ഷെ കണ്ടീഷൻ ഇതാണ്: എന്ന് തോൽക്കുന്നോ അന്ന് നിർത്തിക്കോണം. ഇതാണ് എന്റെ വീട്ടിലെ കണ്ടീഷൻ. അപ്പൊ അങ്ങനെ മത്സരിച്ച് പഠിക്കുന്നു. എന്റെ അനുജത്തി 10ാം ക്ലാസ്സിൽ തന്നെ അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി, തോറ്റതല്ല, പഠിക്കേണ്ടതല്ല, 10ാം ക്ലാസ്സിൽ തന്നെ അനുജത്തി നിർത്തി, പഠനം നിർത്തി. ഞാൻ ആരുടെ പുണ്യം കൊണ്ടോ എന്ന് എനിക്കറിയില്ല, ടീച്ചർക്ക് അബദ്ധം പറ്റിയതാണോ 10ാം ക്ലാസ് ജയിച്ചു. അങ്ങനെ ഒരു പ്രീ ഡിഗ്രിയാണ് ആ സമയത്ത്, +2 തുടങ്ങുന്നതിന്റെ ലാസ്റ്റ് ഇയർ. അപ്പൊ അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. ഭംഗിയായിട്ട് പ്രീ ഡിഗ്രി പൊട്ടി. അപ്പൊ പറഞ്ഞു, നിന്റെ വിദ്യാഭ്യാസം ഇതോടുകൂടി നിർത്തിക്കോ, ജോലിക്ക് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നാട്ടില് ഇലക്ട്രിക്കൽ ജോലി, പ്ലംബിംഗ് വർക്ക്, അപ്പൊ അങ്ങനെ നാട്ടിൽ എന്ത് കിട്ടിയാലും, വർക്ക്ഷോപ്പ് ജോലി, ഹോട്ടലില്, ചെങ്കൽ ചൂളയില്, എന്ത് ജോലി കിട്ടിയാലും നമ്മൾ പോകും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് 17 വയസ്സ് മുതൽ. ഞങ്ങൾ 2 പേരും അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ തോറ്റു. പക്ഷെ അച്ഛനും അമ്മയും ഞങ്ങളെ ജ്യേഷ്ഠന്റെ മുമ്പിൽ തോറ്റു. കാരണം ഈ മനുഷ്യൻ തോൽക്കുന്നില്ല, നമ്മൾ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളുമില്ല. കാരണം ഞങ്ങൾ 2 തോറ്റുകൊണ്ടിരിക്കുകയാണല്ലോ. ഇയാൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. SSLCക്ക് ഡിസ്റ്റിങ്ഷൻ, സ്കൂൾ ഫസ്റ്റ്, പ്രീ ഡിഗ്രിക്ക് കോളേജ് ഫസ്റ്റ്, ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ്, ബികോമിന്. അത് കഴിഞ്ഞ് ജയിച്ച് വീട്ടിൽ വന്നപ്പോ ഇനി എനിക്ക് CA പഠിക്കണമെന്ന് പറഞ്ഞു. കണക്കിന് നല്ല ഇൻട്രസ്റ്റാ. അപ്പോ CA പഠിക്കാനായിട്ട് അന്വേഷിച്ച സമയത്ത്, അന്ന് ഞാൻ പറയുന്നത് 1998-99, 25,000 രൂപ വേണമെന്ന് പറഞ്ഞു CA പഠിക്കാൻ. 2,500 രൂപ പോലും എടുക്കാനില്ലാത്ത കുടുംബം ഞങ്ങളുടെ. അപ്പൊ 25,000 രൂപയെ കുറിച്ച് ചിന്തിക്കുന്നതിന് അപ്പുറമായതുകൊണ്ട് ആദ്യമായിട്ട് അച്ഛനും അമ്മയും ജ്യേഷ്ഠന്റെ മുമ്പിൽ പോയിട്ടു, ക്ഷമിക്കും മോനെ, ഞങ്ങളെ കൊണ്ട് ഇനി നിന്നെ പഠിപ്പിക്കാൻ പറ്റില്ല. ഒരുപാട് വിഷമമൊക്കെ ഉണ്ടായി. പക്ഷെ അദ്ദേഹം പഠിച്ചില്ല. അദ്ദേഹം ഊട്ടിയിൽ എൻ്റെ ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു, അവരുടെ ടീ ഷോപ്പ്, ചായക്കടയാണ്. ആ ചായക്കടയിൽ ജോലിക്ക് ചേർന്ന് അവിടെ പാർട്ട് ടൈം ആയിട്ട് കമ്പ്യൂട്ടർ പഠിച്ച് ആക്ടെക്കിൽ സർട്ടിഫിക്കറ്റ് വാങ്ങി റാങ്കോട് കൂടി പാസ്സായി തിരുപ്പൂരിലെ ഒരു വലിയ റെപ്യൂട്ടഡ് കമ്പനിയിൽ അക്കൗണ്ട്സിൽ സീനിയർ ആയിട്ട് ജോലി ചെയ്യാൻ പോയി. തിരുപ്പൂരിലേക്ക് ഓഫീസ് വർക്ക്. അങ്ങനെയാണ് അദ്ദേഹം എന്നെ തിരുപ്പൂരിലോട്ട് കൊണ്ടുപോകുന്നത്. നാട്ടിൽ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ലൈഫില്ല, തിരുപ്പൂരിൽ വാ, നല്ല ജോലി കിട്ടുമെന്ന് പറഞ്ഞ് എന്നെ ജ്യേഷ്ഠൻ തിരുപ്പൂർ കൊണ്ടുപോയി. അവിടെ ജ്യേഷ്ഠന്റെയും എന്റെയും പരിചയക്കാരായിട്ടുള്ള കുറച്ചു പേരൊക്കെ ഒരുമിച്ച് ഞങ്ങൾ റൂം എടുത്ത് താമസിച്ചു.